ഹായ് ഗായ്സ്, ദിസ് ഈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു മൂന്നാർ യാത്രയിലാണ്. ബൈക്കിനും കാറിനും ഒന്നല്ല കേട്ടോ, ബസ്സിനാണ് പോകുന്നത്. അതും ബഡ്ജറ്റായിട്ടാണ് നമ്മുടെ യാത്ര. ഒരു ബഡ്ജറ്റ് സ്റ്റേയും ബഡ്ജറ്റ് ട്രിപ്പും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. തികച്ചും എങ്ങനെ ബഡ്ജറ്റായി മൂന്നാർ പോകാം, അതുപോലെ കുറഞ്ഞ ചെലവിൽ ബഡ്ജറ്റ് സ്റ്റേ എങ്ങനെ സെറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് മൂന്നാർ പോകുന്നതെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. നമുക്ക് പോകേണ്ട സ്ഥലം വരുന്നത് മൂന്നാറിലെ രാജാക്കാടാണ്. അവിടെയാണ് നമുക്ക് വേണ്ട ബഡ്ജറ്റ് സ്റ്റേയും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോകേണ്ട ഡെസ്റ്റിനേഷൻ വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിലോട്ടുള്ള ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ശ്രദ്ധയിൽ വരുന്ന സീറ്റാണ് ഫ്രണ്ട് സീറ്റ്, അതായത് ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റ്. അപ്പോൾ ആ സീറ്റ് കാലിയാണെന്ന് അറിഞ്ഞാലുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലോട്ടുള്ള ടിക്കറ്റ് എടുത്തോട്ടോ. 82 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമുക്ക് മൂന്നാറിലോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിൽ കൂടി സീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് മാറി മാറി കയറി പോകാനുള്ള പ്ലാനിലാണ്. നമുക്ക് ഏകദേശം ഒരു 5 ബസ്സെങ്കിലും മാറി കയറേണ്ടതായിട്ട് വരും. നമുക്ക് പാലക്കാട് നിന്ന് മൂന്നാർ പോകാം. 2 റൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊള്ളാച്ചി, മൊറയൂർ, മൂന്നാർ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള റൂട്ട് വരുന്നത് പാലക്കാട്, തൃശ്ശൂർ, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി, രാജാക്കാട്. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പാലക്കാട് ആയതുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ എറണാകുളത്തു നിന്നും മറ്റും വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട റൂട്ട് വരുന്നത് കോതമംഗലം, അടിമാലി, രാജാക്കാട് ഇങ്ങനെയാണ്. ഇനി അല്ല നിങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തു നിന്നുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഫസ്റ്റ് തൃശ്ശൂർ വന്ന് പെരുമ്പാവൂർ, അടിമാലി, രാജാക്കാട് അങ്ങനെയാണ് കേട്ടോ. ഇനി നിങ്ങൾ തിരുവനന്തപുരത്തുനിന്നും മറ്റും വരുന്നതെങ്കിൽ നമുക്ക് 2 റൂട്ട് വരുന്നുണ്ട്. ഒന്ന് കോട്ടയം, അടിമാലി, രാജാക്കാട്, അല്ലെങ്കിൽ പത്തനംതിട്ട, കട്ടപ്പന, നെടുങ്കണ്ടം, രാജാക്കാട്. അങ്ങനെ നിങ്ങൾക്ക് റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് റൂട്ടും ആണെങ്കിലും സെലക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. ഉണങ്ങി വരേണ്ട പാടങ്ങളും പഴയ മോഡൽ പരസ്യ ബോർഡുകളും ഇതെല്ലാം നമുക്ക് ബസ് യാത്രയിൽ ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളാണ്. KSRTC ബസ്സിനും ടോൾ കൊടുത്താലേ അപ്പുറം കടക്കാനാവൂ എന്ന് കണ്ടപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ പാതി സന്തോഷം വന്നു. സാധാരണ ബസ്സിൽ കയറിയാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖമോ പേരോ ഒന്നും തന്നെ നമ്മളിൽ പലരും ചോദിക്കാനും തിരക്കാനും നിൽക്കാറില്ല. കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും അവർ നമ്മുടെ യാത്രാ പാർട്ണറാണ്. അവരോട് കാര്യങ്ങളും മറ്റെല്ലാം തിരക്കി സംസാരിച്ചാൽ ചിലപ്പോൾ ലൈഫ് ലോങ് കമ്പനി തരാം ആ ഒരു യാത്രികനോ യാത്രികക്കോ കഴിയും. കുതിരാൻ കടക്കുമ്പോൾ ഇന്നും ഒരു തുരങ്കം മാത്രമേ തുറന്നിട്ടുള്ളൂ. തുരങ്കം ഓപ്പണായ സമയത്ത് ഒരുപാട് പേർ തുരങ്കം കാണാൻ എത്തിയിരുന്നു. ഇന്ന് എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ടാവാം കാഴ്ചക്കാരെയും തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് പെരുമ്പാവൂരിലോട്ടാണ്. പെരുമ്പാവൂരിലോട്ടുള്ള നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 77 രൂപയാണ് കേട്ടോ. പെരുമ്പാവൂരിലോട്ട് പുതിയ കില്ലാടി സ്പൾബറിൻ്റെ കൂടെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ ബസ്സിൽ കയറിയാൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഡ്രൈവർക്ക് തലകറക്കം വന്നു, ബസ് സ്റ്റക്കാവുന്നു, ബസ് എടുക്കാൻ ആളില്ലാണ്ട് എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. ഒടുവിൽ രാജാവിനെ പോലെ നമ്മൾ ബസ് എടുത്തു പോകുന്നു. ഈ ഒരു യാത്രയിലും കണ്ടു ഞാൻ ആ സ്വപ്നം. ഈ ഒരു യാത്രയിൽ തികച്ചു നമ്മൾ ഒറ്റക്കാണ് കേട്ടോ. ബൈക്കും കാറും ഫ്രണ്ട്സും ഒന്നുമില്ലാതെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്ന പല മുഖങ്ങളും പല കാഴ്ചകളും എല്ലാം അനുഭവിക്കുമ്പോഴേ അതിൻ്റെ രസം അറിയും. അങ്ങനെ നമ്മൾ പെരുമ്പാവൂരിലെത്തി കോതമംഗലത്തോട്ടുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. 25 രൂപയാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇത്തവണത്തെ നമ്മുടെ സ്പൾബർ കണ്ണടയും മറ്റൊക്കെ വെച്ച് നല്ല ചുള്ളൻ കില്ലാടിയാണ്. അങ്ങനെ നമ്മൾ കോതമംഗലത്ത് എത്തിയപ്പോൾ രാജാക്കാട്ടേക്ക് ഡയറക്റ്റ് ബസ് കിട്ടി. നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 95 രൂപയാണ് കേട്ടോ. നമ്മൾ പോവേണ്ടിയിരുന്നത് അടിമാലിയിൽ പോയി ബസ് ഇറങ്ങി രാജാക്കാട്ടേക്ക് അടുത്ത ബസ്സിൽ കയറാനായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ ഡയറക്റ്റ് ബസ് കിട്ടിയോണ്ട് തന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ യാത്ര KSRTCയിലല്ല, ലൈൻ ബസ്സിലാണ് കേട്ടോ. അടിമാലിയിൽ എത്തിയപ്പോൾ നമ്മുടെ ബസ്സിന് ഒരു 20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇനി യാത്ര പോകുന്നത്. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ചിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇറങ്ങാനുള്ളത് രാജാക്കാടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ രാജാക്കാട് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ഒരു ഫോറസ്റ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകാനുണ്ട്. നിങ്ങൾ സ്വന്തം വണ്ടിയിൽ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിലോട്ട് പോകാവുന്നതാണ്. നമുക്ക് ഏകദേശം ഓട്ടോ ചാർജ് 50 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ സെറ്റ് ചെയ്തിട്ടുള്ള കൈതക്കൽ റൂംസ് ആൻഡ് കോട്ടേജസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് പോലെയല്ല, പുറകിലോട്ടൊരു ലോകം തന്നെയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരൻ്റെയും പോക്കറ്റ് കയറാണ്ട് നല്ല ബഡ്ജറ്റ് റേറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കോട്ടേജാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൈതക്കൽ റൂംസ് ആൻഡ് കോട്ടേജ്. നമുക്കിവിടെ പെർ ഹെഡ് റേറ്റ് വരുന്നത് 200 രൂപ മുതലാണ്. ഇനി റൂമിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 800 രൂപ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീസൺ അനുസരിച്ചിട്ട് റേറ്റിൽ ചെറിയ ഡിഫറൻറ്റ് വരാം. നമുക്കിവിടെ സിംഗിൾ റൂം കോട്ടേജ്, ഡബിൾ റൂം കോട്ടേജ്, ടെൻറ്റ് സ്റ്റേ, മഡ് ഹൗസ് എന്നിങ്ങനെ വേണ്ട എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മൂന്നാർ വന്ന് കറങ്ങാൻ ഇതിൽ നല്ലൊരു സ്റ്റേ കിട്ടാനില്ല കേട്ടോ. ഇവിടെ നിന്നും ഇടുക്കി
ഇടുക്കി, വാഗമൺ, വട്ടവട എന്നിവേണ്ട എല്ലാ ഭാഗത്തോട്ടും നമുക്ക് പോകാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ഒരു സ്റ്റേ കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റിലാണ് വരുന്നത്. ഈ ഒരു കോട്ടേജിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഒരു കോട്ടേജിൽ ഒരു 70% ഏലം കൃഷിയാണ് കേട്ടോ. കൂടാതെ കോക്കോ, പാഷൻ ഫ്രൂട്ട് എന്നിവേണ്ട ഒരുപാട് ഫലവൃക്ഷങ്ങളും നമുക്ക് ഈ ഒരു കോട്ടേജിൽ കാണാൻ കഴിയും. പിന്നെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം അത്രയും പീസ് മൈൻഡിലുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ റൂമുകളൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിളായിട്ടാണെങ്കിലും ബാച്ചലറായിട്ടാണെങ്കിലും എല്ലാം വന്ന് നമുക്കിവിടെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ടിലായി നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബഡ്ജറ്റിനൊത്ത് ഇവർ സെറ്റ് ചെയ്ത് തരും. മൂന്നാറിൽ കറങ്ങാൻ നിങ്ങൾ ലൊക്കേഷൻ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു സ്പോട്ടിലോട്ടും കറക്റ്റ് ഒരു സെൻറ്റർ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ബാക്കി നമുക്ക് ഫോറസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇത് നമ്മുടെ വാട്ടർഫാൾസ് ആണ്, കൈതക്കൽ വാട്ടർഫാൾസ്. ഇത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ 300 മീറ്ററാണ് നമുക്ക് മൊത്തം ഡിസ്റ്റൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാം. ഫാമിലി ആയിട്ട് വരാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ നേരം വെളുക്കുന്നിടം മുതൽ ഇരുട്ടാകുന്നിടം വരെ ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. വലിയ ആഴമില്ല, മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ഏത് വെയിലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഇവിടെ ഫുൾ ടൈം വെള്ളമുണ്ട്. ഇതേപോലെ വെള്ളം ഉണ്ടാകും എവറി ടൈം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇത് നമ്മുടെ റിസോർട്ടിരിക്കുന്ന പ്ലാന്റേഷനാണ്. ഈ പ്ലാന്റേഷൻ ഇത് മൊത്തം ഏലമാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 5000-നും മുകളിൽ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ തന്നെയുണ്ട് വരുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ അത് ഫുള്ള് ഏലമാണ് ഈ കാണുന്നതല്ല. ഇവിടെ ഒരു നട്ടുച്ചയ്ക്കത്താണെങ്കിൽ ഇതുപോലെ തണുപ്പായിട്ട് ഫീൽ ചെയ്യും. ഈ സമയത്തും നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലം പ്ലാന്റേഷൻ കുറച്ചുകൂടെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏക്കർ സ്ഥലങ്ങൾ കാടായിട്ടിട്ടേക്കാണ്. വരുന്ന കുട്ടികൾക്ക് കാട് എന്താണെന്ന് അറിയാനും കാട് ആസ്വദിക്കാനും ഒക്കെ വേണ്ടി അത് ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഇപ്പം തന്നെ ചീവീടിൻ്റെ സൗണ്ടുകൾ കേട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ബസ്സിന് വന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ കറങ്ങാനും മറ്റൊന്നും വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാനേജർ സുമേഷ് ചേട്ടൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള വണ്ടി തന്നെയാണ്. നിങ്ങളും ഇതുപോലെ ബസ്സിന് മറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മുടെ സുമേഷ് ചേട്ടൻ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ സുമേഷ് ചേട്ടാ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ബസ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. ഇവിടെ വന്ന് നമ്മുടെ ടൗണിൽ ബസ് ഇറങ്ങിയാൽ മതി. അവിടുന്ന് പിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റ് സീയിങ് എല്ലാം കാണിച്ച് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ എത്ര വേണമെങ്കിലും എമൗണ്ട്, ഇത്ര കൂടുതൽ എമൗണ്ടോ കുറഞ്ഞ എമൗണ്ടോ ഒന്നുമില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള ഒരു ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഏരിയകൾ നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ പാക്കേജ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് പോയി കാണാൻ പറ്റും. ബഡ്ജറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ കൈതക്കൽ റൂംസ് എന്നുള്ളത് മനസ്സിലായില്ലേ. അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷനും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളെ കറക്കി കൊണ്ടുപോകുന്നത്. അല്ല നിങ്ങൾ സ്വന്തം വണ്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ കറങ്ങേണ്ട സംഭവങ്ങളും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം നമുക്ക് അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് അത് ഇപ്പോൾ അങ്ങനെ നോക്കി പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അദ്ദേഹത്തിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു ഓതറൈസ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. വിശ്വസിക്കാവുന്ന ആൾക്കാരാണ്, നമ്മുടെ വർഷങ്ങളോളമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അവരെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അവർ എല്ലാ പ്ലേസുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി തന്നെ വന്ന് എല്ലാം കാണിച്ചു തരും. ഇപ്പോൾ ജീപ്പും മറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരി വേണമെങ്കിൽ ജീപ്പ് സഫാരി ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിൽ നിന്ന് കാറിന് പോകണമെങ്കിൽ കാറ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. എല്ലാം ഒരു വലിയൊരു റേറ്റിലല്ല, ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മളെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഭാഗങ്ങളെ ഒന്ന് കാണുന്നുള്ളൂ, ആ ഏരിയകൾ നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലോകത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള റോഡുകളിലൊന്നാണ് ഗ്യാപ്പ് റോഡ്, മൂന്നാർ ഗ്യാപ്പ് റോഡ്. അതായത് ചിന്നക്കനാലും ആനയിറങ്ങൽ ഡാമും അരിക്കൊമ്പനൊക്കെയുള്ള നാടാണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് അത് ഹൈവേ ആണ്. ഇവർ നമുക്ക് ഒന്ന് കാണാം, ആ ഏരിയയൊക്കെ ഒന്ന് കാണാം, അടുത്തുള്ള പ്ലേസുകൾ. ഇപ്പോൾ നമ്മൾ ഈ തേയിലയുടെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയേക്കുന്ന ആളുകൾ വന്ന വണ്ടികളാണ് അതൊക്കെ. നമുക്കിപ്പോൾ മൂന്നാറിൽ തന്നെ പെട്ടെന്ന് കയറി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഏരിയ. മൂന്നാറിൽ ഇത് മാത്രമേ ഉള്ളൂ, പൂപ്പാറ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറണമെങ്കിൽ ഈ സൈഡിൽ കൂടെ കയറി, ഇവിടെ കമ്പി വരിക കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ കയറി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഈ സൈഡിൽ കൂടെ കയറുവാണെങ്കിൽ നമുക്ക് ഇതേ അങ്ങോട്ടെല്ലാം കയറി അതിൻ്റെ ഉള്ളിൽ നിൽക്കാം, ഫുള്ള് ഉള്ളിൽ നിൽക്കാം നമുക്ക്.
അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു വാച്ച്, ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ ഇവിടുത്തെ തേയില തോട്ടം ഉടമ നമുക്കൊരു സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ടവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മേളിൽ നമുക്ക് വീഡിയോസുകളും ഫോട്ടോസുകളും എടുക്കാം. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് നമുക്ക് പറയുന്ന ഗ്യാപ്പ് റോഡ്, ആനയിറങ്ങൽ ഡാം, ചിന്നക്കനാൽ, പിന്നെ ലോക്കാർട്ട് ഇങ്ങനെയുള്ള പ്ലേസുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ തന്നെ മലയാളികളും അതിൽ കൂടുതൽ തമിഴന്മാരും വരുന്നുണ്ട്. മലയാളികൾ മൂന്നാറിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന എല്ലാ വിഭാഗങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ജനങ്ങൾ കൂടുതലുള്ളത് തമിഴ് ആൾക്കാരാണ്. മലയാളികൾ വളരെ കുറവാണ് മൂന്നാറിലേക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഒരു തമിഴന്മാരെ ഏരിയയിലാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി തമിഴ് അവരുടെ അമ്പലങ്ങള് കാര്യങ്ങൾ ഇവിടെ എല്ലാം തമിഴ് ടച്ച് ഉള്ളതാണ്. മലയാളികൾ വളരെ കുറവാണ്. ഇവിടെ എല്ലാം തമിഴ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പൂപ്പാറയിലാണ് കേട്ടോ ഉള്ളത്. പൂപ്പാറയിൽ മാത്രമാണ് ഇങ്ങനെ വേലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തേയിലത്തോട്ടത്തോട്ട് പെട്ടെന്ന് കയറാൻ പറ്റിയൊരു സ്പോട്ട്. നല്ല അടിപൊളിയിലാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. നമ്മുടെ റിസോർട്ടിൽ വന്നാൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു തേയിലത്തോട്ടമാണ് ഈ ഒരു പൂപ്പാറയിലുള്ള ഈ ഒരു തേയിലത്തോട്ടം. എനിക്ക് അരമണിക്കൂറൊക്കെ എടുക്കും. ഒരു അരമണിക്കൂറില്ല, ഒരു 15-20 മിനിറ്റ് മാക്സിമം. 20 മിനിറ്റിൽ നമുക്ക് ഈ ഒരു തോട്ടത്തിൽ നമുക്ക് എത്താൻ കഴിയും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന്റെ തൊട്ടപ്പുറയാണ് ബോഡിമെട്ട് വ്യൂ പോയിന്റ്. ബോഡിമെട്ട് വ്യൂ പോയിന്റ്. അവിടെ എന്താ കാണാനുള്ളത്? ബോഡിമെട്ട് തമിഴ്നാടിന്റെ ഒരു വലിയ വ്യൂ കാണാൻ പറ്റിയേക്കാം നമുക്ക്. ഒട്ടു ദൂരം വരുന്നുണ്ടോ? ഇല്ല, ബോഡിമെട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് കൊളുക്കുമലയൊക്കെ വരുന്നത് സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അതെ. അപ്പൊ അത്രയും നേരത്തെ എണീച്ച് നമ്മൾ പോകേണ്ടി വരും. 4 മണിക്ക് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ആ ഒരു സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൂടെ? എല്ലാം നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് മൂന്നാറിൽ കൊളുക്കുമലയെന്നല്ല എവിടെ വേണമെങ്കിലും പോകാനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ റിസോർട്ടിൽ ഇരിക്കുന്ന എല്ലാത്തിൻ്റെ ഒരു സെൻട്രൽ ഏരിയ ആണ്. അതെ, നമ്മളൊരു സെൻട്രൽ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നേരെ പൂപ്പാറ വരിക. പൂപ്പാറ നേരെ ഗ്യാപ്പ് റോഡ് നേരെ ആനയിറങ്ങൽ ഡാം, ചിന്നക്കനാൽ വാട്ടർഫാൾസ് കഴിച്ചിട്ട് കൊളുക്കുമല കയറുന്നുണ്ട്. നമുക്ക് കയറിയിട്ട് നേരെ മൂന്നാർ എത്തുക. മൂന്നാറിന് മാട്ടുപ്പെട്ടി എല്ലാം കണ്ട് തിരിച്ച് 2-ാം മൈൽ വ്യൂ പോയിന്റ് വഴി ആനച്ചാല് വഴി നമ്മുടെ റിസോർട്ടിലേക്ക് വരാം. വട്ടവടയിലൊക്കെ സ്റ്റേക്കും കാര്യങ്ങൾക്കൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റേയിൽ വന്ന് ബഡ്ജറ്റായിട്ട് താമസിച്ചിട്ട് വട്ടവടയിൽ ഈസി ആയിട്ട് പോയി കറങ്ങി വന്നൂടെ? രാവിലെ ഒരു 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-40ഓളം ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ട് നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടിൽ ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇനി നമ്മൾ ആനയിറങ്ങൽ ഡാമിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇതുവരെ കണ്ട ഒരു പ്രകൃതി അല്ല, ഇനി മറ്റൊരു ലോകമാണ്. ഒരു സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആ കാണുന്നതൊക്കെ മീശപ്പലിമല ഒക്കെയാണ്. ആ സൈഡിൽ കാണുന്നത് സൂര്യവല്ലി, ചിന്നക്കനാൽ ഏരിയയൊക്കെയാണ് അത് കാണുന്നത്. ഈ കടകൾ പലതും നമ്മുടെ അരിക്കൊമ്പൻ തകർത്ത കടകളാണ്. ഇത് രണ്ടാമത് അവർ റിനോവേറ്റ് ചെയ്ത് ചെയ്തേക്കുന്നതാണിത്. ഇതിൽ അതേ കാണുന്ന ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ കാണുന്നത്, ഇത് അരിക്കമ്പം പൂർണ്ണമായിട്ടും തകർത്ത ഒരു ഒമിനിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ കാണുന്നത് ഈ ഉള്ളിൽ കാണുന്നത് അരിക്കമ്പം മൊത്തം തകർത്ത ഒരു ഒമിനിയാണ്. അരിക്കമ്പന്റെ ഒരു ഓർമ്മയാണ് ഈ ഒമിനി എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് അരിക്കമ്പം ഫുള്ളായിട്ട് നശിപ്പിച്ച് കാണുന്ന വണ്ടിയാണ്. ആദ്യം കടയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഈ വണ്ടിയിലായിരുന്നു കട. ആന വന്ന് മൊത്തം കൊണ്ട് നശിപ്പിച്ച് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അത് സൂക്ഷിച്ചേക്കുന്നതാണത്. അങ്ങനെ ഇവിടെ ഒത്തിരി വർഷമായിട്ട് ഇവിടെ അരിക്കൊമ്പം വിളയാടിയ നാട്. പേരെന്താ? ഇംഗ്ലീഷ്. ഓക്കെ. ആ റോഡ് ഏതാണ്? അത് ആനയിറങ്ങൽ ഡാം. ആ റോഡ് കയറി പോകുന്നത് ആനയിറങ്ങൽ ഡാം. ഈ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. ഈ ഡാമിൽ എപ്പോഴും ആന ഉണ്ടാവും? ഇത് എപ്പോഴും ആനയുണ്ട്. ഓൾറെഡി ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നാണ്, വലിയ ബോട്ടിംഗ് ഉണ്ടായിരുന്നായിരുന്നു. പക്ഷെ ഈ ആന എപ്പോഴും വെള്ളം കുടിക്കാൻ ഇവിടെ വരികയും അത് സഞ്ചാരികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന പിന്നെ അവര് ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കുവാണ് DTPC. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ ഒരു റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ. പണ്ടൊക്കെ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങി പിടിച്ചിട്ടുള്ള ഒരു റോഡായിരുന്നു. ഇപ്പോൾ ഇത് നാഷണൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് വിശാലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2 സൈഡിലും തേയിലത്തോട്ടം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചിന്നക്കനാൽ വാട്ടർഫാൾസ്. വെള്ളം വളരെ കുറവാണെങ്കിലും ഒരു കാലത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നൊരു ഏരിയ തന്നെയാണ് ഇത്. നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഈ ഒരു ചിന്നക്കനാൽ വാട്ടർഫാൾ ഉള്ളത്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ തൽക്കാലം നിർത്തി പോയിരിക്കുകയാണ്. ഇനി മഴ പെയ്ത് വെള്ളം വരുന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കാവും. ഇത് നമ്മുടെ കൊളുക്കുമലയ്ക്ക് പോകുന്ന വഴിയാണ്.
ഇത് ഫുള്ളായിട്ട് ഇത് ഇവിടുന്ന് ഹൈവേന്ന് നമ്മൾ തിരിഞ്ഞ് ലെഫ്റ്റ് അടിച്ച് നേരെ കൊളുക്കുമലയ്ക്ക് പോകാൻ പറ്റിയേക്കാം. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് കൊളുക്കുമല എത്താം. ആ ഓക്കെ. ഗ്യാപ്പ് റോഡ് തന്നെ കയറാം അല്ലേ? ആ ഗ്യാപ്പ് റോഡിൽ നിന്ന് കയറാം. ഇവിടുന്ന് നമ്മൾ വന്ന വഴിക്കൂടെ തന്നെ ഗ്യാപ്പ് റോഡ് വഴി കയറി നമുക്ക് അല്ലെങ്കിൽ ഈ താഴെ നിന്നും കയറാം. ഈ വഴിയുണ്ട്, രണ്ടും നല്ല വഴി തന്നെയാണ്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തേനി, മധുര, ബോഡിമെട്ട്, ബോഡി തമിഴ്നാട്, അങ്ങനെ തമിഴ്നാട്ടിലേക്കാണ്. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് കയറി പോയാൽ കേരളം മൂന്നാർ. റിസോർട്ട് ബുക്കിങ്ങിനും മറ്റ് എൻക്വയറീസിനുമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാറിലെ ഹിഡൻ പ്ലേസസ് വിസിറ്റും ജീപ്പ് സഫാരിയും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോ വൈകാണ്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.